ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ എല്ലാവർക്കും ARG ട്രെയിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫ്ലവർ പോട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കത്താ ദൂരത്തോളം കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിൽ സൂര്യകാന്തിയും വാടാമുല്ലയും ചെണ്ടുമല്ലിയും ഒക്കെ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ ഈ ഒരു ഓണം പ്രമാണിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഈ കാഴ്ചകളുടെയൊക്കെ യഥാർത്ഥ ഭംഗി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ഇത് 4K തന്നെ കാണാൻ ശ്രമിക്കുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം ഇപ്പം വെളുപ്പിന് 4 മണിയായി. താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയും തണുപ്പും കോടയൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. കേരളത്തിൽ മൊത്തം മഴയായിട്ടുള്ളൊരു ടൈമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ബൈക്ക് ഒഴിവാക്കിയിട്ട് വയനാട് വരെ ബസ്സിന് പോകുന്നത്. ഇത്തവണത്തെ ട്രിപ്പിന് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള നിതിൻ ബ്രോ കൂടെയുണ്ട്. ഇദ്ദേഹം ഒരു ഓൾ ഇന്ത്യ റൈഡറൊക്കെയാണ്. രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ സുൽത്താൻ ബത്തേരിയിലെത്തി. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നേരെ ഗുണ്ടൽപേട്ടിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ ഫോറസ്റ്റ് റൂട്ട് വഴി നേരെ മൈസൂർ റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഗുണ്ടൽപേട്ട് വരെ ഏകദേശം 56 കിലോമീറ്റർ ഉണ്ട്. അതിൽ 90% ഫോറസ്റ്റിനുള്ളിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര. വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന ഈ റൂട്ടിൽ സാധാരണ വീക്കെൻഡ്സിലൊക്കെ നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. ഇന്ന് രാവിലെ ഏതായാലും വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു റൂട്ടിൽ മിക്കപ്പോഴും ആനയും കാട്ടുപോത്തും ചിലപ്പോഴൊക്കെ കടുവകളെ വരെ കാണാൻ പറ്റാറുണ്ട്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഫോറസ്റ്റിൽ രാത്രി സമയങ്ങളിൽ സാധാരണ വണ്ടി കടത്തിവിടാറില്ല. ഇപ്പോൾ ഗുണ്ടൽപേട്ടിൽ സൂര്യകാന്തിയും ജമന്തിയും ഒക്കെ നല്ലപോലെ വിരിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതൊക്കെ കാണാൻ പറ്റും, നല്ല രീതിയിൽ കാഴ്ചകൾ പകർത്താൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയമാണ്. ഈ കാലാവസ്ഥ ഇങ്ങോട്ട് എന്തായാലും കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. വയനാട് ഒക്കെ നല്ലപോലെ മഴയുണ്ടായിരുന്നെങ്കിലും കേരള ബോർഡർ കഴിഞ്ഞപ്പോൾ ഏതായാലും വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗുണ്ടൽപേട്ട് ടൗണിൽ എത്തുന്നതിന് മുമ്പ് തന്നെ റോഡിന്റെ ഇരുവശത്തും പൂക്കളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥലം ശരിക്കും ഉള്ളിലോട്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഏതായാലും ഹൈവേ ഒക്കെ വിട്ടുപിടിച്ച് മാപ്പ് നോക്കി ആദ്യം കണ്ട ഒരു ഇടവഴിയിലൂടെ അകത്തേക്ക് കയറുകയാണ്. ഇവിടുത്തെ പൂപ്പാടങ്ങളുടെയൊക്കെ കാഴ്ച കാണുവാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു ലൊക്കേഷനൊന്നും ഇല്ല. ഇവിടെ വന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് തന്നെ അതൊക്കെ കണ്ടെത്തി കാണുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. എന്തായാലും ഇത്തവണ നിതിൻ ബ്രോ കൂടെ ഉള്ളതുകൊണ്ട് എങ്ങനെ പോകണം എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല. അദ്ദേഹം വയനാടുകാരനായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒരുവിധം കാണാപ്പാടമാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യത്തെ പൂപ്പാടം കണ്ടു. ഏതായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. കർണാടക സ്റ്റേറ്റിലെ ചാമരാജനഗർ എന്ന ജില്ലയിൽ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഗുണ്ടൽപേട്ട്. നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുന്ന പൂക്കളുടെ നല്ലൊരു ശതമാനവും ഗുണ്ടൽപേട്ടിലും തെങ്കാശിയിലും ഒക്കെ ആയിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സൂര്യകാന്തി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഗുണ്ടൽപേട്ട്. മെയ് ജൂൺ മാസങ്ങളിലൊക്കെയാണ് ഇവിടെ കൃഷി നടക്കുന്നത്. ജൂലൈ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോകും. അപ്പം അതിന് മുമ്പൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഈ ഓറഞ്ച് നിറത്തിലുള്ള ബന്ദിപ്പൂക്കളൊക്കെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് പെയിന്റ് കമ്പനികൾക്ക് വേണ്ടിയാണ്. അവർ പെയിന്റിൽ എന്തോ പിഗ്മെന്റിന് വേണ്ടിയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ കൃഷിക്കാർ ഞങ്ങളോട് പറഞ്ഞത്. ഈ പൂക്കളിൽ ടോപ്പ് ക്വാളിറ്റിയുള്ള സാധനമൊക്കെ പെയിന്റ് കമ്പനികൾക്ക് കൊടുത്തതിന് ശേഷം വരുന്ന സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ എത്തുന്നത്. അതൊക്കെയാണ് നമ്മൾ തീ വില കൊടുത്ത് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പൂക്കളൊക്കെ പറിക്കുന്ന സമയമാണ്. ഇവിടെ നിന്ന് തൊഴിലാളികൾ പൂക്കളൊക്കെ പറിച്ച് ചാക്കിലാക്കുന്ന കാഴ്ചകളൊക്കെ അതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റി. നോക്കത്ത ദൂരത്തോളം കടല് പോലെ പരന്നു കിടക്കുന്ന ഈ പൂന്തോട്ടങ്ങളുടെ കാഴ്ച കാണാനായിട്ട് ഒരുപാട് സഞ്ചാരികളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം റോഡ് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ അധികം നടന്ന് കഷ്ടപ്പെടാതെ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. തോട്ടത്തിലേക്ക് കയറുവാനായിട്ട് ഇവിടുത്തെ ആൾക്കാർ ചെറിയ രീതിയിൽ ഫീസൊക്കെ വാങ്ങുന്നുണ്ട്. ചിലയിടത്ത് 50 രൂപയും 100 രൂപയൊക്കെയാണ് വാങ്ങുന്നത്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ഓറഞ്ച് കളറിലുള്ള ബന്ദിപ്പൂക്കളാണ്. മഞ്ഞ കളറിലുള്ള ബന്ദിപ്പൂക്കളും സൂര്യകാന്തിയും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും ഇതിനകത്ത് നിന്നാലും നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ല.
ഞങ്ങൾ വന്നത് ഒരു ഞായറാഴ്ച ആയിട്ട് കൂടിയും ഇവിടെ കാര്യമായിട്ട് തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായിട്ട് ആരുമില്ലാതെ തന്നെ ഈ പൂപ്പാടങ്ങളുടെ മാത്രം കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ പകർത്താൻ പറ്റി. ശരിക്കും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഗോപാൽസ്വാമിപേട്ടയും മൈസൂരും ബന്ദിപ്പൂർ നാഷണൽ പാർക്കും മുതുമലയും നാഗർഹോളയും ഒക്കെ ഈ ഇതിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഇവരോട് സംസാരിച്ചെങ്കിലും കന്നഡ അധികം അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എങ്കിലും സൂര്യകാന്തിയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് അവർ ഏകദേശം ആംഗ്യ ഭാഷയിലൂടെയൊക്കെ കാണിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഒരു വെക്കേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ടൂർ പോകുന്ന സ്ഥലമാണ് ഊട്ടി, കൊടൈക്കനാൽ, മൈസൂരൊക്കെ. എന്നാൽ മൈസൂർ പോകുന്ന ആൾക്കാരൊക്കെ ഈ റൂട്ടിൽ പോയിട്ടില്ലെങ്കിൽ പോലും ഈ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവർ വളരെയധികം കുറവാണ്. പൂക്കൾ മാത്രമല്ല ഇവിടുത്തെ യഥാർത്ഥ കൃഷി. കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറിയുടെ നല്ലൊരു ശതമാനവും ഗുണ്ടൽപേട്ടിൽ നിന്നാണ് വരുന്നത്. കടല, റാഗി, കരിമ്പ്, മഞ്ഞൾ, വാഴ, ഉള്ളി ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികൾ. എന്നാൽ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ആയിട്ടുള്ള സൂര്യകാന്തി പാടങ്ങളൊന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അവരോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞു തന്ന വഴിയിലൂടെയൊക്കെ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കാബേജൊക്കെ കൃഷി ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഈ മുകളിൽ കാണുന്ന മലനിരകളൊക്കെ ഗോപാൽസ്വാമിപേട്ട ഹിൽസിൻ്റെ ഭാഗങ്ങളാണ്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ലൊക്കേഷനിലാണ്. കുറച്ച് നടന്നു വന്നപ്പോൾ ഇവിടെ ഉള്ളി കൃഷി ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇവര് ഉള്ളി പറിച്ചെടുത്തിട്ട് അതൊക്കെ പൊളിച്ച് ചാക്കിലാക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി സൂര്യകാന്തി പാടം തപ്പിയുള്ള യാത്രയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൂര്യകാന്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഗുണ്ടൽപേട്ടിലും തെങ്കാശിയിലെ സുന്ദരപാണ്ഡ്യപുരത്തുമൊക്കെയാണ്. സൂര്യകാന്തി പാടം തപ്പിപ്പോയ വഴിയിലാണ് ഇതുപോലെ മഞ്ഞ ബന്ധിപ്പുകളുള്ള ഒരു തോട്ടം കണ്ടത്. അങ്ങനെ അത് കണ്ടപ്പോൾ നേരെ പാസ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഇപ്പോൾ അധികം മഞ്ഞ കളറിലുള്ള പൂക്കളൊന്നുമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഓറഞ്ച് കളറിലുള്ള ബന്ധിപ്പുകളാണ്. ചില സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ മഞ്ഞ പൂക്കളുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ മഞ്ഞ ബന്ധിപ്പൂക്കൾ കൃഷി ചെയ്യുന്നുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പൂക്കളൊന്നും കൂടുതൽ വിപണിയിലേക്കൊന്നുമല്ല പോകുന്നത്. ഇതൊക്കെ പെയിന്റ് നിർമ്മാണത്തിനും മറ്റ് കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കാനുമായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഏപ്രിൽ മാസത്തിലെ വിത്തിറക്കി സെപ്റ്റംബർ മാസത്തിലെ വിളവെടുപ്പോടുകൂടി അവസാനിക്കുന്ന കൃഷിയാണ് ഇവിടെ നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗോപാൽസ്വാമിപേട്ടയിലേക്കുള്ള റൂട്ടിലാണ്. ഗോപാൽസ്വാമിപേട്ട ടെമ്പിളിലേക്ക് പോകുന്ന ആ ഒരു എൻട്രൻസിൻ്റെ രണ്ട് സൈഡിലും ഇപ്പോൾ ധാരാളമായിട്ട് സൺഫ്ലവർ ഉണ്ടെന്നാണ് ഇവിടുത്തെ ഒരു ലോക്കൽ നമ്മളോട് പറഞ്ഞത്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ എവിടെ നോക്കിയാലും സൂര്യകാന്തികളായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ സൂര്യകാന്തി ഉള്ളൂ. അങ്ങനെ അവസാനം നമ്മൾ കാത്തിരുന്ന ആ കാഴ്ച നമ്മുടെ കൺമുന്നിൽ എത്തിയിരിക്കുകയാണ്. നോക്കത്താ ദൂരത്തോളം സൂര്യകാന്തി പരന്നു കിടക്കുന്ന ഈ കാഴ്ച ഇനി കാണണമെങ്കിൽ ഏകദേശം 1 വർഷത്തോളം കാത്തിരിക്കണം. വൻകിട എണ്ണ കമ്പനികൾക്ക് വേണ്ടിയാണ് ഇവിടെ സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. സൂര്യകാന്തിയുടെ ഇലയ്ക്കും വിത്തിനും വേരിനുമൊക്കെ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നല്ല വലിപ്പമുള്ള ഒരു സൂര്യകാന്തിക്ക് ഏകദേശം 30 സെൻറ്റിമീറ്ററെങ്കിലും ഡയമീറ്റർ ഉണ്ടാവും. ഈ ഒരു ഏരിയയിൽ കാര്യമായിട്ട് മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യകാന്തിയൊക്കെ ഇവിടെ നല്ല രീതിയിൽ വളരുന്നത്. കുറച്ചു ദൂരം നടന്നപ്പോൾ ഇതുപോലെ സൂര്യകാന്തിയുടെ വിത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. മെയ് മാസത്തിലാണ് ഇവിടെ സൂര്യകാന്തി കൃഷി തുടങ്ങുന്നത്. കമ്പനികൾ നേരിട്ട് ഇവർക്ക് വിത്ത് നൽകുകയാണ് ചെയ്യുന്നത്. 5 കിലോ ഉള്ള ഒരു പാക്കറ്റിന് ഏകദേശം 2400 രൂപയാണ് വില. ഇതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5 ക്വിൻ്റൽ ഓയിലെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇവിടുത്തെ കർഷകർ പറയുന്നത്.
സൂര്യകാന്തിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവിടുത്തെ ഗോപാൽസ്വാമി പേട്ടയിലൂടെ പോകണമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങളിവിടെ വന്നത്. എന്നാൽ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായതുകൊണ്ട് ആ പ്ലാൻ തൽക്കാലം ഡ്രോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ സൂര്യകാന്തിയുടെയും ജമന്തിയുടെയും പൂക്കളുടെയൊക്കെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.